Hi students, welcome back to our class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, അതിനുശേഷം ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഹെൽത്ത് പോളിസിയാണ് അഥവാ ഒരു പ്രോഗ്രാമാണ് എന്ത് നാഷണൽ ഹെൽത്ത് മിഷൻ. അതിൻ്റെ തന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ തന്നെ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് വന്നതാണിത്. The National Health Mission NHM was launched by the Government of India in 2013, subsuming the National Rural Health Mission. National Rural Health Mission subsume ചെയ്തുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് എന്ത് നാഷണൽ ഹെൽത്ത് മിഷൻ. It was further extended in March 2018. മാർച്ച് 2018 വരെ ആയിരുന്നു അത്. തുടർന്ന് എന്താണ് മാർച്ച് 2020 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എന്തൊക്കെയാണ് നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ്, അതിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അഥവാ ആശാ വർക്കർമാർ. ആശാ വർക്കർമാർക്ക് ഒന്നുകൂടി കൂടുതൽ റോളും അവരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കമ്മ്യൂണിറ്റി ഹെൽത്ത് വളണ്ടിയേഴ്സ് കോൾഡ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് have been engaged under the mission for establishing a link between the community and health system. ആശാ വർക്കർമാരെ ഉപയോഗിച്ച് എന്താണ് ചെയ്തത്? സമൂഹവും ജനസമൂഹവും ആരോഗ്യ സംവിധാനവും തമ്മിലുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്ന് രോഗി കല്യാൺ സമിതി, പേഷ്യൻ്റ് വെൽഫെയർ കമ്മിറ്റി. അത്തരത്തിലൊരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. എന്താണ് ആ കമ്മിറ്റി ചെയ്യുന്നത്? It is a management structure that acts as a group of trustees for the hospitals to manage the affair of hospital. നാട്ടിലെ ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ നോക്കി വഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ട്രസ്റ്റീസ്, അതാണ് എന്ത് രോഗി കല്യാൺ സമിതി. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് നാട്ടിലെ ജനങ്ങൾ തന്നെ അവരുടെ നാട്ടിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോരുന്ന ഒരു രീതി, അതാണ് എന്ത് രോഗി കല്യാൺ സമിതി. മൂന്നാമത്തേത് ഹെൽത്ത് കെയർ കോൺട്രാക്ടേഴ്സ്. എന്താണ് ഹെൽത്ത് കെയർ കോൺട്രാക്ടേഴ്സ്? പ്രൊവൈഡഡ് ഹെൽത്ത് കെയർ കോൺട്രാക്ടേഴ്സ് ടു അണ്ടർസർവ്ഡ് ഏരിയാസ് ആൻഡ് ഹാസ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ ട്രെയിനിങ് ടു എക്സ്പാൻഡ് ദ സ്കിൽ സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് അറ്റ് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ഫെസിലിറ്റീസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനങ്ങളും കൂടുതൽ ആരോഗ്യ സംരക്ഷണം വേണം എന്ന് ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പ്രത്യേക ഡോക്ടർമാരെയും പ്രത്യേകം ട്രെയിൻ ചെയ്ത ഡോക്ടർമാരെയും മറ്റ് പ്രൊഫഷണൽസിനെയും അയക്കുന്നു. അവരെയാണ് എന്ത് പറയുന്നത്? ഹെൽത്ത് കെയർ കോൺട്രാക്ട്സ്. ഉദാഹരണത്തിന് ഇപ്പോൾ ആദിവാസി കോളനികളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ഡ്യൂട്ടി കൊടുത്ത് ഡോക്ടർമാരെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതിന് കീഴിൽ വരുന്നതാണ്? ഹെൽത്ത് കെയർ കോൺട്രാക്ടേഴ്സ് എന്ന കൺസെപ്റ്റിന് കീഴിൽ വരുന്നതാണ്. മറ്റൊന്ന് ജനനി സുരക്ഷാ യോജന. ജനനി സുരക്ഷാ യോജന ഈസ് എ സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷൻ സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ നാഷണൽ ഹെൽത്ത് മിഷനിൽ കീഴിൽ വരുന്ന ഒരു പോളിസിയാണ്, ഒരു പ്രോഗ്രാമാണ് എന്ത് ജനനി സുരക്ഷാ യോജന. എന്താണ്? മാതൃത്വ സംരക്ഷണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എമംഗ് പ്രഗ്നൻറ്റ് വിമൺ. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന ജനവിഭാഗത്തിന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൽ വളരെ കുറഞ്ഞ ശതമാനമാണ് ഹോസ്പിറ്റലുകളിൽ വന്ന് പ്രസവിക്കുന്നവരുള്ളത്. ഇപ്പോഴും ഒരു വലിയ ജനവിഭാഗം സ്വന്തം വീടുകളിലാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? പാവപ്പെട്ട സ്ത്രീകളെ, പ്രഗ്നൻ്റ് ആയ സ്ത്രീകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവരുടെ പ്രസവം അവിടെ നിന്ന് സുരക്ഷിതമായി നടത്തുക. അതിനാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്ന് പറയുന്നത്. അതുമൂലം എന്തൊക്കെ കുറക്കാൻ പറ്റും? നിയോനാറ്റൽ മോർട്ടാലിറ്റി, ആ കുട്ടികൾ ജനിക്കുന്ന കുട്ടികളുടെ മരണം തടയാനും, അല്ലെങ്കിൽ മാതാക്കൾക്ക്, പ്രഗ്നൻ്റ് ആയ മാതാക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ മെറ്റേണൽ മോർട്ടാലിറ്റി തടയാനും അത് സഹായകമാകും. മറ്റൊന്ന് നാഷണൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്സ് NMMUs. അതായത് എന്താണ്? മെനി അൺസേർവ്ഡ് ഏരിയാസ് ഹാവ് ബീൻ കവേർഡ് ത്രൂ നാഷണൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്. ഇതിന് കീഴിൽ നടപ്പിലാക്കിയ എന്താണ് ചെറിയ ചെറിയ മെഡിക്കൽ യൂണിറ്റുകൾ. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഉൾപ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള യൂണിറ്റുകളെ ഏർപ്പാട് ചെയ്തു. മറ്റൊന്നാണ് നാഷണൽ ആംബുലൻസ് സർവീസ്. രാജ്യത്ത് എവിടെയും ഫ്രീ ആംബുലൻസ് സേവനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്, വിളിച്ച് 30 മിനിറ്റിനുള്ളിൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും ആംബുലൻസ് എത്തും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം.
എന്താണ് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം? എ ചൈൽഡ് ഹെൽത്ത് സ്ക്രീനിംഗ് ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ സർവീസസ് has been launched in February 2013 to screen diseases specific to children, development delays, disabilities, birth defects and deficiencies. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന, അവരുടെ ചെറുപ്പത്തിലുണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് അവരെ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അവർക്ക് ഡിസബിലിറ്റീസ് ഉണ്ടോ, ജനിച്ച മുതൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന, കുട്ടികളെ അവരുടെ വാക്സിനേഷൻ മുതലുള്ള കാര്യങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഒരു പ്രോഗ്രാമാണെന്ത്? രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. അതും എന്തിന് കീഴിൽ വന്നതാണ്? നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ വന്നതാണ്. മറ്റൊന്ന് ഫ്രീ ഡ്രഗ്സ് ആൻഡ് ഫ്രീ ഡയഗ്നോസ്റ്റിക് സർവീസസ്. A new initiative is launched under the National Health Mission to provide free drug service and free diagnostic service with a motive to lower the out-of-pocket expenditure on health. ഇന്ന് മിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും എന്താണ്, ഒന്നിനും തന്നെ ചിലവില്ല, അഥവാ മരുന്നിന് പൈസ കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ എന്താണ്, എല്ലാ സേവനങ്ങളും അവിടെ വളരെ കുറഞ്ഞ നിരക്കിലാണ്. ഫ്രീ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെന്തിനാണ്? ആരോഗ്യ സംരക്ഷണത്തിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ചിലവാകരുത് എന്നുള്ളതുകൊണ്ട്. അടുത്തതാണ് നാഷണൽ അയൺ പ്ലസ് ഇനീഷ്യേറ്റീവ്. എന്താണത്? നാഷണൽ അയൺ പ്ലസ് ഇനീഷ്യേറ്റീവ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ലുക്ക് അറ്റ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. പ്രത്യേകിച്ച് എന്താണ്, ചെറിയ കുട്ടികളിൽ, സ്ത്രീകളിൽ എന്താണ്, അയൺ ഡെഫിഷ്യൻസി മൂലം അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്താണ്, അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ്, അത് ഗുളികകളായിട്ടും മറ്റ് ഭക്ഷ്യ വിഭവങ്ങളായിട്ടും അവർക്ക് നൽകുക. അതാണ് എന്ത്? നാഷണൽ അയൺ പ്ലസ് ഇനീഷ്യേറ്റീവ്. മറ്റൊന്ന് ട്രൈബൽ TB ഇറാഡിക്കേഷൻ പ്രോഗ്രാം. അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള, ആദിവാസി പ്രദേശങ്ങളിലുള്ള TB അഥവാ എന്താണ്, ട്യൂബർക്ലോസിസ്, ക്ഷയരോഗം, അതിനെ ഇല്ലാതാക്കാനുള്ള പ്രൊജക്റ്റ്. ദിസ് പ്രൊജക്റ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ MOS മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഹെൽത്ത് ശ്രീ ഫഗൻ സിംഗ് കുലസ്ത അറ്റ് മണ്ഡല ഓൺ 20 ജനുവരി 2013. കേന്ദ്രമന്ത്രി ഹെൽത്ത് മന്ത്രാലയമാണ് 2017 ജനുവരിയിൽ ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ വരുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇത് എന്താണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.